നല്ല സോഫ്റ്റായിട്ടുള്ള വട്ടയപ്പമാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. വളരെ ഈസിയായി നമുക്കിത് തയ്യാറാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതിനുള്ള എന്തെല്ലാം സാധനങ്ങളാണ് നോക്കാൻ ആവശ്യമുള്ളത്. 2 ഗ്ലാസ് ദോശയരി എടുത്തിട്ടുണ്ട്. അതൊരു 5 മണിക്കൂർ നമുക്ക് കുതിരാനായിട്ട് വയ്ക്കാം. 5 മണിക്കൂർ കഴിഞ്ഞു. നന്നായിട്ട് കഴുകിയെടുക്കാം. ഒരു 1/2 ഗ്ലാസ് അവൽ, മീഡിയം ടൈപ്പ് അവലാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് കുതിർത്തിട്ട് കഴുകി എടുത്തിരിക്കുന്നതാണത്. 1/2 ഗ്ലാസ് തേങ്ങായും എടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. ആദ്യമായിട്ട് നമുക്ക് ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അരി അരയ്ക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുന്നേ നമുക്ക് അവൽ കുതിർത്ത് വെച്ചാൽ മതിയാവും. അരിയുടെ കൂടെ തന്നെ നമുക്ക് കുതിർത്ത അവലും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങ 1/2 ഗ്ലാസ് തേങ്ങ തിരുമ്മിയതും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. 2 ബാച്ചായിട്ടാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ അരഞ്ഞ് കിട്ടും. ഞാനിപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ടങ്ങ് അരയ്ക്കാൻ പോവാം. 1 ഗ്ലാസ് വെള്ളം, നേരത്തെ ഏകദേശം സമമായിട്ട് നിന്നാൽ മതി. അരിയുടെ ലെവൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് നല്ലതായിട്ട് അരച്ചെടുക്കാം, നല്ല സോഫ്റ്റായിട്ട് അരച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ഇതിന് കപ്പി കാച്ചുമൊന്നും നമ്മൾ ചെയ്യുന്നില്ല. പക്ഷെ നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം നമുക്കുണ്ടാക്കാം. അപ്പമോ വട്ടയപ്പം ഏതാണെങ്കിലും നമുക്ക് ഇതേ മാവ് കൊണ്ട് തന്നെ തയ്യാറാക്കാവുന്നേ ഉള്ളൂ. ജാറിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്തതിലേക്ക് ഒഴിക്കാം. പലരും ചോദിച്ചിരുന്നത്, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇന്ന് ഇടാമെന്ന് വെച്ചത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേർക്കേണ്ടത് 1 ടീസ്പൂണോളം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്. പിന്നെ നമുക്ക് ഒരു ടേസ്റ്റിനായിട്ട് 1 ടീസ്പൂണോളം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. നന്നായിട്ട് പുളിക്കാനായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട്. അടച്ച് ഓവർനൈറ്റ് പുളിക്കാനായിട്ട് അങ്ങ് വയ്ക്കുകയാണ്. 8 മണിക്കൂറിൽ കുറയാതെ ഇത് പുളിച്ച് കിട്ടണം നമുക്ക്. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി, കണ്ടില്ല, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ചെറിയൊരു പ്ലേറ്റിൽ ഞാനിങ്ങനെയാണ് തയ്യാറാക്കുന്നത്. അല്പം എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 തവി മാവ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഫുൾ ഒഴിക്കേണ്ടെന്ന് വെച്ചാൽ പാത്രത്തിന് മുകളിലേക്ക് വരും, അകം ശരിക്കും വേവുകയില്ല. അതുകൊണ്ട് ഈ ഒരു ഭാഗത്തിൽ നമുക്ക് മാവ് ഒഴിച്ചാൽ മതിയാവും. ഇനി ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളച്ച് വരുമ്പോൾ അതിന് അടപ്പ് വെച്ചിട്ട്, സ്റ്റീമർ ഉണ്ടെങ്കിൽ അങ്ങനെ വെച്ചാൽ മതിയാവും. അതിൻ്റെ മുകളിലേക്ക് ഇത് തട്ടം വെച്ച് കൊടുക്കുക. ഒരു 12 മിനിറ്റൊക്കെ മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം വെച്ചാൽ മതിയാവും. നമ്മുടെ അപ്പം റെഡിയാവും. വെന്തിട്ടുണ്ടോയെന്ന് നോക്കാം നമുക്ക്. കണ്ടല്ലേ, നല്ല സോഫ്റ്റായിട്ടുള്ള വട്ടയപ്പം ഇതുപോലെ നമുക്ക് തയ്യാറാക്കാം. പിന്നെ കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർത്താൽ മതിയാവും. ഞാനിത് കറി കൂട്ടി കഴിക്കാനുള്ള രീതിയിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. നല്ലപോലെ തണുത്തതിന് ശേഷം ഇത് പാത്രത്തിൽ നിന്ന് ഈസിയായിട്ട് നമുക്ക് ഇത് ഇളക്കി എടുക്കാൻ പറ്റും. ഇതേ ഷേപ്പിലുള്ള വേറെ പ്ലേറ്റ് ഉണ്ടായിരുന്നു, അതിൽ നമ്മൾ വീണ്ടും വെച്ചിട്ടുണ്ട്. 2-3 ട്രിപ്പായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള വട്ടയപ്പം ഇതുപോലെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പം വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ ഹൈപ്പ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. പിന്നെ നമുക്കൊരു അടിപൊളി വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം.
എല്ലാവർക്കും നന്ദി.